നമ്മൾ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ജോലിക്ക് പോകാതെ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു എന്നൊക്കെയുള്ള റീലുകൾ. ഇതിൽ പലരും ഉപയോഗിക്കുന്ന വാക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച കരിയർ ഓപ്ഷനുകളിൽ ഒന്നാണ് എന്നതിൽ ഒരു സംശയമില്ല. പക്ഷെ ഈ കരിയർ മോഹവുമായിട്ട് വരുന്നവരെ മുതലെടുക്കുന്ന ചില പ്രവണതകളും ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത്. യഥാർത്ഥ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠനവും ഇപ്പോൾ ചിലയിടങ്ങളിൽ കാണുന്ന പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള സ്കീമുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഈ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കരിയർ സീരിയസ് ആയിട്ട് കാണുന്നവരെ വഴിതെറ്റിക്കുന്ന വലിയ കുറെ തട്ടിപ്പുകൾ ഇതിന് പിന്നിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തീരുമാനിച്ചവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 4 റെഡ് ഫ്ലാഗുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കാര്യം, ഇപ്പൊ വലിയ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സ് റീസെല്ലിംഗ് പ്രോഗ്രാമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും നിങ്ങളോട് പറയാണ് ഞങ്ങളുടെ കോഴ്സ് വാങ്ങൂ, എന്നിട്ട് ഇതേ കോഴ്സ് മറ്റൊരാൾക്ക് വിൽക്കൂ, നിങ്ങൾക്ക് ഇതിൽ നിന്നും ലാഭം എടുക്കാം എന്നുള്ളത്. ഇതിൽ ശ്രദ്ധിച്ചോ, ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഇതൊരു പിരമിഡ് സ്കീം പോലെയാണ്. ഇവിടെ നിങ്ങൾ SEO പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് പഠിക്കുന്നുണ്ടോ, അനലിറ്റിക്സ് പഠിക്കുന്നുണ്ടോ, ഇതൊന്നും പഠിക്കുന്നില്ല. പകരം ഒരു പ്രോഡക്റ്റ് വാങ്ങി അത് വേറൊരാൾക്ക് തലയിൽ കെട്ടിവെക്കാനായിട്ട് നമ്മൾ നോക്കുന്നു. നാളെ ആ ചെയിന് മുറിഞ്ഞാൽ നിങ്ങളുടെ പണവും പോയി. യഥാർത്ഥ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വേണ്ടത് സ്കില്ലാണ്, അല്ലാതെ റീസെല്ലിംഗ് അവകാശമല്ല. അടുത്തത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. 2023 വർക്ക് ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി 2026 വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പലയിടങ്ങളിലും ഇന്നും പഠിപ്പിക്കുന്നത് 5 വർഷം മുമ്പുള്ള SEO ടെക്നിക്കുകളും പണ്ടത്തെ ഫേസ്ബുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. AI ഇത്രയും വളർന്നിട്ടും ChatGPTയോ മറ്റ് AI ടൂളുകളോ ഉപയോഗിക്കാൻ പഠിപ്പിക്കാത്ത ഒരു സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒന്ന് ഓർത്തോ, നിങ്ങൾ മാർക്കറ്റിംഗിൽ ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, സോ അതിന് ഒരു കോഴ്സിന് ചേരുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും നോക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ സിലബസ്. AI, ഡേറ്റ അനലിറ്റിക്സ്, പുതിയ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ, ഇതൊക്കെ തന്നെ അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്. എൻട്രി ആപ്പിലൊക്കെ നമ്മൾ എപ്പോഴും സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് പണം കൊടുത്ത് പഠിക്കണം, എല്ലാം യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. ശരിയാണ്, യൂട്യൂബിൽ എല്ലാ കണ്ടന്റുകളും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, അവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ കിട്ടില്ല. ഇന്ന് നിങ്ങൾ SEO പഠിക്കും, നാളെ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണ്. ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്നോ, ഏതാണ് ആദ്യം പഠിക്കേണ്ടതെന്നോ, ഇതൊന്നും നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. മാത്രമല്ല, പഠിക്കുന്ന സമയത്ത് ഒരു സംശയം വന്നാൽ ചോദിക്കാൻ ഒരു മെന്റർ ഉണ്ടാവില്ല. ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ അറിയാത്ത ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് ആവുന്ന അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കൂടെ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, സോ അടുത്തത് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയാണ്. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ റിയാലിറ്റി അതല്ല. ഒരു കമ്പനി നിങ്ങളെ ഹയർ ചെയ്യുന്നത് അവരുടെ ബിസിനസ് കൂട്ടാനാണ്. അതിന് ഡേറ്റ അനലൈസ് ചെയ്യാനും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും ROI, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ ക്യാൻവയിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇടുന്നതിനല്ല നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരാശ ആക്കാനല്ല പറയുന്നത്, മറിച്ച് നിങ്ങളുടെ സമയവും പണവും സേഫ് ആക്കാനാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച കരിയറൊക്കെയാണ്, പക്ഷെ അത് പഠിക്കാൻ കുറുക്കു വഴികൾ നോക്കാതിരിക്കുക. കൃത്യമായ അപ്ഡേറ്റഡ് സിലബസ് ഉള്ള, പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്ന, പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് അല്ല, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉള്ള, സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് മെന്റർഷിപ്പ് ഉള്ള ഒരു രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് പറ്റും. അത് എൻട്രി ആപ്പിലൂടെ ആയാലും മറ്റ് വിശ്വസനീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആയാലും. ഷോർട്ട് കട്ടുകൾക്ക് പിന്നാലെ പോകാതെ സ്കില്ല് നേടാനായിട്ട് ശ്രമിക്കുക. ഇതേപോലെയുള്ള ജെന്യൂൻ ആയിട്ടുള്ള അറിവുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.